ആളുകളെ ആരെയും തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന പ്രാഥമികമായ വിവരം. അത്രയും സ്ഥലം വിമാനം ഇടിച്ചിറങ്ങി കത്തി പടർന്ന ഇന്ധനമൊക്കെ ഉണ്ടായിരുന്ന ചിറകുകളോട് ചേർന്നുള്ള ആ ഭാഗം, അവിടെയാണ് ഇന്ധന ടാങ്കുകൾ. സ്വാഭാവികമായും ലണ്ടനിലേക്ക് പറക്കുന്ന വിമാനമാണ്. പ്രത്യേകിച്ച് ഇത് ബോയിങ് 787-8 വിമാനമാണ്. അത് ഈ ഡ്രീം ലൈനർ വിമാനത്തിൽ സ്വാഭാവികമായും ഇത് ദീർഘദൂര യാത്രയ്ക്കുള്ള വിമാനം, അതിന് ഇന്ധനക്ഷമത കൂടിയ വിമാനമാണ്. അത്രയും ദൂരം ഗുജറാത്തിൽ നിന്ന്, അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്ര, ഈ യാത്രയ്ക്കിടയിൽ ചിലപ്പോൾ ആ വിമാനം എവിടെ നിന്നും ഇന്ധനം നിറയ്ക്കാതെ തന്നെ പറക്കാനൊക്കെ കഴിയുള്ള അത്രത്തോളം ഇന്ധനം ഈ വിമാനത്തിൽ സ്വാഭാവികമായും ഉണ്ടാവും. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ, അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ ഉള്ള ഇരട്ട എഞ്ചിനൊക്കെയുള്ള ഒരു വിമാനമാണിത്. പക്ഷേ വിമാനം അവിടെ നിന്ന് കുതിച്ചുയർന്ന് 1:38 വിമാനം സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞ് മിനിറ്റുകൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ മെയ്ഡേ അലാം മുഴക്കി പൈലറ്റ്. മെയ്ഡേ അലാം എന്ന് പറയുന്നത് ഈ അപകടത്തിലാണ്, അത്യന്തം ഉടൻ തന്നെ സഹായം ആവശ്യമുള്ള അപകടം വരുന്ന ഘട്ടത്തിൽ മറ്റേതെങ്കിലും സ്വിച്ചുകളൊക്കെ അമർത്തുന്നതിന് മുമ്പ് തന്നെ പൈലറ്റ് മെയ്ഡേ വിളിക്കും. മെയ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ എല്ലാം അലർട്ടാവണം. ജീവൻ തന്നെ അപകടത്തിലാണ്, അല്ലെങ്കിൽ വിമാനം അപകടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, അടിയന്തര സഹായം വേണം എന്നുള്ളതാണ്. ഇത് ഈ അലാറം പൈലറ്റ് മുഴക്കുന്നു, അതിനു തൊട്ട് പിന്നാലെ തന്നെ ഈ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള കണക്ഷൻ റദ്ദാവുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഇതെല്ലാം മിനിറ്റുകൾ പോലും എടുത്തില്ല, അതിന് ഉള്ളിലുള്ള സംഭവങ്ങളാണ് എന്നതുകൂടി ഓർക്കണം. ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നാൽ ജാഗ്രതാ നിർദ്ദേശത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതനുസരിച്ച് പൈലറ്റിന് മറ്റെന്തെങ്കിലും നിർദ്ദേശം നൽകാനോ അതിനുള്ള ഒരു സമയമൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. വിമാനം പറന്നുയരുന്നു, പെട്ടെന്ന് തന്നെ ഈ വിമാനത്തിന് സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാർ സംഭവിക്കുന്നു. പൈലറ്റിന് ഈ അപകടം മനസ്സിലാവുന്നു. പൈലറ്റ് പെട്ടെന്ന് തന്നെ മെയ്ഡേ സന്ദേശം നൽകുന്നു. ജാഗ്രതപ്പെടുന്നതിന് മുമ്പ് തന്നെ അടുത്ത നടപടി എന്ത് എന്ന് ആലോചിക്കുന്നതിനോ അല്ലെങ്കിൽ ആ നടപടി എടുക്കുന്നതിന് അതിനൊക്കെ സമയം സ്വാഭാവികമായും എടുക്കുന്നതാണ്. എന്താണ് വിമാനത്തിന് പറ്റിയതെന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാർ താഴെ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുത്ത് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പറയണം. വിമാനം ഇനി ഇന്ധനം മറ്റേതെങ്കിലും കുഴപ്പമാണെങ്കിൽ ഇന്ധനം തീരുന്നവരെ ആകാശത്തൊക്കെ പറന്ന് ഇന്ധനം തീരുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ പലതരത്തിലുണ്ട്. പക്ഷേ അതിനൊന്നും ഉള്ള സമയമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള അപകടമായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വിമാനം ഇടിച്ച്, അത് ഒരു വലിയ കെട്ടിടമാണ്. ഈ BJ കോളേജിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടമാണ്. BJ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ്, ഹോസ്റ്റലിൻ്റെ മുകളിലത്തെ നിലയിലാണ് മെസ്സ്. ആ മെസ്സിൻ്റെ ആ ഭാഗത്തേക്കാണ് ഈ വിമാനം വന്ന് ഇടിച്ച് ഇറങ്ങിയത്. അതൊരു വലിയൊരു ജനവാസ മേഖല കൂടിയൊക്കെയാണ് അവിടെ. അതുകൊണ്ട് തന്നെ വിമാന യാത്രികർക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന നാളെ ഡോക്ടർമാരായി ഇറങ്ങേണ്ട കുട്ടികൾ, ആ കുട്ടികളിൽ ചിലരുടെ കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നതുകൂടിയാണ്. അല്ലെങ്കിൽ കുറേയേറെ പേരുടെ അത്രത്തോളം മാരകമായ പരിക്കോടുകൂടി അവർ പലരും ചികിത്സയിലാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് എപ്പോഴും ഭക്ഷണത്തിന് മുന്നിൽ നിന്നതാണ് ആ കുട്ടികൾ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. പകുതി കഴിച്ച ഭക്ഷണപാത്രങ്ങൾ നിരനിരയായി വെച്ചിരിക്കുന്നത് കൂടി നമുക്ക് ആ ചിത്രത്തിൽ കാണാം. ആ സ്ഥലത്തേക്കാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. എന്തായാലും ആ കുട്ടികളുടെ ഭൂരിപക്ഷം കുട്ടികളും അവധിയായിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഒരു തരത്തിൽ കുറഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിൽ സ്വാഭാവികമായും 1:38 എന്ന് 1:39, 40 എന്നൊക്കെ പറയുന്ന ഈ സമയത്ത് ഒരു കോളേജ് ഉണ്ടെങ്കിൽ, ആ കോളേജിൻ്റെ മെസ്സ് ഉണ്ടെങ്കിൽ, കോളേജിലെ മഹാഭൂരിപക്ഷം കുട്ടികളും മെസ്സിലെത്തേണ്ട, ഹോസ്റ്റൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ, അവരെല്ലാവരും മെസ്സിലെത്തേണ്ട സമയമാണ്. ആ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അപകടത്തിൻ്റെ വ്യാപ്തി ഇനിയും വലുതായേനെ. അത്തരത്തിൽ വ്യാപ്തി അത്രയും വലുതായില്ല എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വലിയ സങ്കടത്തിനിടയിലും ഒരു ചെറിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. കുട്ടികളുടെ എണ്ണം ആ സമയത്ത് അവിടെ കുറവായിരുന്നു. എന്തായാലും ഇന്ത്യയെ തന്നെ ലോകത്തെ തന്നെ നടക്കുന്ന ഒരു വലിയ വിമാന അപകടമാണ് അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ബോയിങ് 787-8 എന്ന് പറയുന്ന ബോയിങ് വിമാന കമ്പനിയുടെ ഈ ഡ്രീം ലൈനർ വിമാനം അങ്ങനെ ഇരട്ട എഞ്ചിനൊക്കെ ഉള്ള വിമാനമാണ്. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറൊന്നും വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ വരാൻ സാധ്യത വളരെ 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 കുറവുള്ള ഒരു വിമാനമാണ് എന്നതുകൂടി ആലോചിക്കണം. ബോയിങ് കമ്പനിക്ക് തന്നെ യഥാർത്ഥത്തിൽ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു അപകടമാണ്. ഇനിയാണ് തിരിച്ചറിയേണ്ടത് എന്താണ് അപകടത്തിന് കാരണം, എന്താണ്, ഇനി വിമാനത്തിൻ്റെ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കുഴപ്പങ്ങൾ എന്തെങ്കിലും ആണോ, ഇനി പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന കുഴപ്പമാണോ, ഇതെല്ലാം ഇനി പിന്നീട് അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തായാലും ഈ പാതി ജീവനോടുകൂടി കിട്ടിയ മനുഷ്യരടക്കമുണ്ട് അതിൽ. അവരുടെയൊക്കെ ജീവൻ
എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ എല്ലാവിധ സംവിധാനങ്ങളും അവിടെ എത്തിക്കാൻ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയും അവിടുത്തെ മന്ത്രിമാർക്കടക്കം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അനുശോചന സന്ദേശവും എത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ അനുശോചന സന്ദേശവും അതോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെയും അനുശോചന സന്ദേശം എത്തിയിട്ടുണ്ട്. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആകെ ഉണ്ടായിരുന്നതിൽ 169 പേർ ഇന്ത്യക്കാരാണ്. 53 പേർ ബ്രിട്ടീഷുകാരാണ്, 7 പേർ പോർച്ചുഗീസുകാരാണ്, ഒരാൾ കനേഡിയൻ പൗരനാണ് ഇതിലുണ്ടായിരുന്നത്. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേരാണ് അത് യാത്രികരും അതോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ ക്രൂവും അടക്കം 242 പേരാണ് ആകെ വിമാനത്തിലുണ്ടായിരുന്നത്. അതിലാണ് 169 ഇന്ത്യക്കാരും. ലണ്ടനിലേക്ക് പോകുന്ന വിമാനം എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ലണ്ടനിലുള്ള ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യ സന്ദർശിച്ച സമയമോ അല്ലെങ്കിൽ അവിടെ ബ്രിട്ടീഷ് പൗരന്മാരും ഒക്കെ കൂടുതൽ യാത്ര ചെയ്യാൻ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ 53 ബ്രിട്ടീഷ് പൗരന്മാരാണ് ഈ വിമാനത്തിൽ. 242 പേരിൽ 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു, 7 പേർ പോർച്ചുഗീസ് പൗരന്മാരാണ്, ഒരാൾ കനേഡിയൻ പൗരനായിരുന്നു. ബാക്കി 169 പേർ. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ സമ്മർ സീസണാണ്. ഈ സമ്മർ സീസണിൽ അവിടെ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരും അവിടെ അല്ലെങ്കിൽ അവിടെയൊക്കെ താമസിക്കുന്നവരും മാത്രമല്ല, അങ്ങനെയുള്ള ഇന്ത്യക്കാർ നിരവധിയുണ്ട്. അവർ മാത്രമല്ല, ഈ സമ്മർ സീസണിലൊക്കെ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ, ബ്രിട്ടനിൽ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് ഇത് എന്നത് പ്രത്യേകം ഓർക്കണം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കൊടും ചൂട് നിൽക്കുന്ന ഈ ജൂൺ മാസത്തിൽ ഈ ബ്രിട്ടനിലെ നല്ല കാലാവസ്ഥ തേടി അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ ബ്രിട്ടനിൽ മറ്റ് പല കാര്യത്തിനുമൊക്കെ പോകുന്ന ഇന്ത്യയിലെ പല വ്യവസായികളും ഒക്കെ അവിടെ വ്യവസായങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ബ്രിട്ടൻ. അങ്ങനെ ആ തലത്തിലേക്കൊക്കെയുള്ള ഇന്ത്യക്കാർ നിരവധി പേർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള തരത്തിലേക്കുള്ള ബന്ധം. അങ്ങനെ അത്രത്തോളം യാത്രികർ അതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അവരുടെയൊക്കെ പലരുടെയും ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു മലയാളി കൂടിയുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കൃത്യമായി തന്നെ ഇത് ആരാണ്, എവിടെ നിന്നുള്ള മലയാളിയാണ് എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതിൻ്റെ പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് അതുണ്ട്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്, ചികിത്സയിൽ അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അതിതീവ്രമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിജയ് രൂപാണി ഈ വിമാനത്തിലുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ പരിക്കുകളോടുകൂടി അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനെ എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നില ഗുരുതരമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം ഡോക്ടർമാരുടെ സംഘം എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അപകടത്തിൽ പരിക്കേറ്റവർ, പൊള്ളലേറ്റവർ, അതീവ ഗുരുതരമായി പരിക്കേറ്റവർ, ശരീരത്തിൻ്റെ നല്ലൊരു പൊള്ളലേറ്റ് വെന്തുപോയവരൊക്കെ ഉണ്ട്. വിമാന അപകടത്തിന് എപ്പോഴും വലിയ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടി അതാണ്. വിമാനം സാധാരണഗതിയിൽ അപകടത്തിൽപ്പെട്ടാൽ വിമാനത്തിൻ്റെ ചിറകുകളിൽ വിമാനത്തിലുള്ള ഇന്ധന ടാങ്ക് പൊട്ടി ആ ഇന്ധനം പുറത്തു വന്ന് വിമാനം തീപിടിക്കുകയും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വലിയ ക്ലാഷ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തീപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇരുമ്പ് സാധനങ്ങളാണ്, അത് എവിടെയെങ്കിലും ഇടിക്കുമ്പോൾ തീ പിടിക്കും. ആ തീ ആളിപ്പടരാൻ വേണ്ടി ഇന്ധനം സഹായിക്കും. അതങ്ങനെയാണ് സാധാരണഗതിയിൽ വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള അപകടത്തിൻ്റെ വ്യാപ്തി കൂടുന്നത്. വിമാനം തകർന്നു വീണതാണെങ്കിൽ പോലും ചിലപ്പോൾ വിമാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ ഇന്ധന ടാങ്ക് കൂടി ഉള്ളതുകൊണ്ട് ആ ഇന്ധനത്തിന് തീ പിടിച്ചു കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതാണ് എപ്പോഴും ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് എന്ന് വേണം കരുതാൻ. എങ്കിലും വിമാനത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് തീ പെട്ടെന്ന് പടർന്നിരുന്നില്ല. അവിടെ നിന്നുള്ള ആളുകൾക്കൊക്കെയാണ് പരിക്കുകളോടുകൂടി എന്തായാലും രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ DGCയുടെ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.